നമ്മളിൽ എത്ര പേർ ഈ വാർത്ത അറിഞ്ഞു? നമ്മുടെ കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിൽ, നമ്മുടെ കൊട്ടാരക്കര താലൂക്കിൽ നടന്ന ഈ വാർത്ത ഏതെങ്കിലും ഒരു പത്രമാധ്യമമോ ഒരു ന്യൂസ് ചാനലോ ബ്രേക്കിംഗ് ന്യൂസായിട്ടോ എന്തിനൊരു ചെറിയ ന്യൂസായിട്ടെങ്കിലും നമ്മളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചതായി നിങ്ങൾക്കറിയാമോ? ഉത്തരേന്ത്യയിലെ കാവി ഭരണകൂടങ്ങളുടെ പരിലാളനയിൽ RSSകാർ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന ജാതി മത വർഗീയ ധ്രുവീകരണ അട്ടിമറികൾ ഇവിടെയും നടപ്പിലാക്കാമെന്ന ആത്മവിശ്വാസത്തിൽ കൊട്ടാരക്കരയിലെ RSS BJP ആസൂത്രിതമായി നടപ്പിലാക്കിയ ഒരു അട്ടിമറി ശ്രമം കേരള പോലീസ് കയ്യോടെ പൊക്കി പരാജയപ്പെടുത്തിയ വാർത്ത നമ്മളാരും കണ്ടതുമില്ല. ഒരു മാധ്യമങ്ങളിൽ വന്നതായി നമുക്കറിവുമില്ല. കൊട്ടാരക്കര പള്ളിക്കൽ ഏലാപ്പുറം എന്ന ചെറിയ ഗ്രാമത്തിലെ ഒരു സർപ്പക്കാവിൽ കയറി അവിടുത്തെ വിഗ്രഹങ്ങൾ അടിച്ച് നശിപ്പിക്കുകയും അവിടെ സ്ഥാപിച്ചിരുന്ന വിളക്കുകളും സ്തൂപങ്ങളും ഇളക്കിയിടുകയും അവിടുത്തെ മഹാദേവ വിഗ്രഹം ഇളക്കി മാറ്റി പുറത്തേക്ക് എറിഞ്ഞിടുകയും ചെയ്ത ഇതേ സ്ഥലവാസിയായ ഭാസ്കരൻ മകൻ രഘുവാണ് അറസ്റ്റിലായത്. ഈ ഭാസ്കരൻ മകൻ രഘു അത്ര മോശക്കാരനൊന്നുമല്ല കേട്ടോ. അവിടുത്തെ BJPയുടെ പ്രധാന നേതാവും അതുപോലെ കൊല്ലം ജില്ലാ പഞ്ചായത്തിലെ കലയപുരം ഡിവിഷനിൽ കഴിഞ്ഞ ത്രിതല പഞ്ചായത്തിൽ മത്സരിച്ച BJP സ്ഥാനാർത്ഥിയുടെ ഭർത്താവുമാണ്. നമുക്കെല്ലാവർക്കും അറിയുന്നതുപോലെ കൊട്ടാരക്കരയിൽ നാനാ ജാതി മതസ്ഥരായിട്ടുള്ള ഒരുപാട് വ്യക്തികൾ, ഒരുപാട് കുടുംബങ്ങൾ, ഒരുപാട് ജീവിതങ്ങളുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ BJP പോലെ ഇത്തരം നെറികേടുകൾ കാണിക്കുന്ന മറ്റൊരു രാഷ്ട്രീയ പാർട്ടി വേറെ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉത്തരേന്ത്യയിലെ വർഗീയ ധ്രുവീകരണ രാഷ്ട്രീയത്തെ ഇവിടെ അപ്പാടെ പകർത്തി കേരളത്തിലും രാഷ്ട്രീയപരമായി നേട്ടമുണ്ടാക്കാനുള്ള ഒരു സാധ്യത തിരയുകയാണവർ. ഇത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. ഒരു മുഖ്യധാരാ മാധ്യമത്തിലോ ഒരു പത്രമാധ്യമത്തിലോ ഈ വാർത്ത വന്നില്ലെങ്കിലും ഇത് നിങ്ങൾ മനസ്സിലാക്കുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു.